ഹലോ. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ പിൻട്രസ്റ്റിൽ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സെൽഫ് പോർട്രേറ്റിൻ്റെ ഒരു 5 സെക്കൻഡുള്ള ഒരു വീഡിയോ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നു, ഫോക്കസ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അത് കൊള്ളാൻ തോന്നി. ഇപ്പം എൻ്റെ കയ്യിലൊരു ഐഫോൺ ഉള്ളതുകൊണ്ടും ഐഫോണിലായിരുന്നു ആ വീഡിയോ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ചുമ്മാ കുറച്ച് സെൽഫ് പോർട്രേറ്റ്സ് എടുത്ത് നോക്കാൻ. എപ്പോഴും ഇങ്ങനെ സെൽഫി എടുക്കുന്ന അല്ലാതെ സെൽഫ് പോർട്രേറ്റ് ആയിട്ടൊന്നും എടുത്ത് നോക്കിയിട്ടില്ല. ഇപ്പം എനിക്കാണെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ചേച്ചി അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെ അമ്മ ഒക്കെയാണ് പൊതുവെ ഫോട്ടോസ് എടുത്ത് തരുന്നത്. എൻ്റെ മെയിൻ ഒരു ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് ഡാനിയാണ്. അപ്പോൾ ഡാനി ഇപ്പോൾ ഇവിടെ ദുബായിൽ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരാളും കൂടെ ആയതുകൊണ്ട് അതിനോർത്തു ഞാൻ കുറച്ച് സെൽഫ് പോർട്രേറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ എൻ്റെ മുടി എന്തായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് നോക്കും. എനിക്ക് ഈ ചുരുണ്ട മുടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബിൽ പ്രത്യേകിച്ച് ഹീറ്റ്ലെസ് ഗേൾസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ഷോർട്ട് കണ്ടപ്പം ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതെങ്ങനെയാകുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാദ്യം ഒന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ടുണ്ട്. ഗേൾസ് വന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്നു, വന്നില്ലേ എന്ന് ചോദിച്ചാൽ വന്നില്ല. ഒരു 100ൽ ഒരു 50% സക്സസ്. എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി എനിക്ക് ചുരുണ്ട മുടി ഇഷ്ടമുള്ളത് കൊണ്ട് എൻ്റെ മുടി ഇങ്ങനെ കേളായി കിടക്കുന്ന കാണുമ്പോൾ എനിക്കിഷ്ടം തോന്നും. പക്ഷേ ആ വീഡിയോയിൽ അവർ കാണിക്കുന്നതിൽ ഇങ്ങനെ സ്പ്രിങ് പോലൊന്നും കിടക്കുന്നില്ല, നോർമൽ. ഞാൻ കറക്റ്റ് 2 hours വെച്ചായിരുന്നു, എന്നിട്ടും ഇങ്ങനെയാണ്. ഓക്കെ, വിൽ സീ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഒരാവശ്യമില്ലായിരുന്നല്ലേ. ഇരിക്കട്ടെ. എൻ്റെ അമ്മ ഇത് കാണുന്നുണ്ട് ഇപ്പോൾ ഓർക്കും, ഇവൾക്കൊക്കെ എന്തിൻ്റെ കൊള്ളാമല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. എന്താ നല്ല രസമായിട്ട് തോന്നും. ഗേൾസ് വന്നു നോക്ക്. ആക്ച്വലി ഇവിടുന്ന് ഇവിടം വരെ സ്ട്രെയിറ്റ്, നമ്മളിവിടുന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രമേ കേൾസ് വന്നിട്ടുള്ളൂ. കൊള്ള. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി ആയാലോ. ഞാൻ ചേച്ചിയുടെ ഒരു കുർത്തയാണ് ഇടുന്നത്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഡ്രസ്സ് ഉണ്ടെങ്കിൽ ചേച്ചിയുടെ ഒരെണ്ണം എടുത്തിടുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ എവിടെ കിട്ടത്തില്ലല്ലോ. അത് മാത്രമല്ല, എനിക്ക് ചേച്ചിയുടെ എല്ലാ ഡ്രസ്സും ഇഷ്ടമാണ്. അതെനിക്ക് നല്ല ലൂസാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യും, കുഴപ്പമില്ല. ഇച്ചിരി ലൂസാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. കമോൺ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ട തൊട്ടൊരു തമിഴ് പാട്ട് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആവുന്ന സമയത്ത് ആ പാട്ടിട്ട് റെഡി ആവാൻ ഓർത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോയിൽ ആ പാട്ട് ആഡ് ചെയ്യാം. ഡ്രസ്സ് എനിക്ക് അത്ര ചേരുന്നില്ലെങ്കിലും ബട്ട് ഐ എം ഹാപ്പിഡാ. കണ്ടോ, എനിക്കറിയില്ല എന്താണെന്നറിയില്ല. എനിക്ക് ഇപ്പോൾ ചേച്ചിയുടെ ഏതെങ്കിലും ഡ്രസ്സ് എനിക്കിപ്പോൾ ചേരുന്ന അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എന്നെ തന്നെ ഇപ്പോൾ അതുകൊണ്ട് ഈ സ്ക്രീനിൽ എന്നെ തന്നെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ. അപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി ആകാം. ഓക്കെ ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ലിപ് ബാമൊക്കെ ഇട്ട് ഫുൾ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പം കണ്ണെഴുതാം. ഇനി നോക്കി കണ്ണെഴുതാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. അമ്മേ, സക്സസ്. കണ്ണിക്കുത്തിയില്ല, എന്തായാലും കൊണ്ടു എവിടേക്കോ. ഓക്കെ, അപ്പം കണ്ണിന് മേളിൽ ഞാൻ പുതിയ സാധനം ട്രൈ ചെയ്യാമെന്ന് ഓർത്താണ്. അപ്പം ഞാൻ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല, കാരണം അത് ഫ്ലോപ്പായി എനിക്ക് മായ്ച്ച് കളഞ്ഞിട്ട് വേഗം ഐലൈനർ എഴുതാമല്ലോ. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ ഭയങ്കര പാടായിരിക്കും എഴുതാമെന്ന് വിചാരിച്ച അതിൽ സക്സസ്ഫുള്ളി ഞാൻ എഴുതി.
ഈ ബ്രഷ് വെച്ച് മേളിൽ ഐ ലൈനർ എഴുതണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ഐ ലൈനർ ഉപയോഗിക്കാതെ കാജൽ വെച്ച് തന്നെ സക്സസ്ഫുള്ളി അത് എഴുതി. അത് ഇതുപോലെ ആയിരിക്കില്ലേ ഇത്, അത് എപ്പോഴും അതിനാണ്. ഞാൻ പണ്ടും അതെ, എപ്പോഴും അത്, ഇപ്പോഴും അതെ. ഞാൻ ഈ കണ്ണെഴുതുന്ന പോലെ ആയിരിക്കില്ല ഈ കണ്ണെഴുതുന്നത്, പക്ഷെ ഇത് സക്സസ്ഫുള്ളാണ് ഗൈസ്. കണ്ടോ, കറക്റ്റ് ഇതുപോലെ തന്നെ അല്ല ഇപ്പുറത്തെ, അതൊരു വ്യത്യാസമുണ്ട്, പക്ഷെ ഓക്കെയാണ്. ഇനി നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക്ക് ഇടാം, ഫോട്ടോയൊക്കെ എടുക്കുമല്ലേ. ലിപ്സ്റ്റിക്ക് ഇടുന്ന കാണിക്കാൻ എനിക്ക് ചമ്മലാണ്, അതും ഞാൻ ഇട്ടിട്ട് വരാം. ബൈ. അപ്പം ലിപ്സ്റ്റിക്ക് ഇട്ടു, ഞാൻ ഹാഫ് റെഡിയായി. ഒരു പൊട്ടും കൂടെ വെച്ച്, മുടി എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒന്നാമത്തെ ചുരുട്ടിയും കൂടെ വെച്ച് വെക്കുന്നുണ്ട്. നേരത്തെ അഴിച്ചിടുമായിരുന്നു, പക്ഷേ ഇതിപ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മെനയില്ല. അതുകൊണ്ട് എന്താ ഇത് പൊട്ടൊന്നും വരാത്ത. ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് വരത്തില്ല, പക്ഷെ 2 എണ്ണമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം. ചെറിയ പൊട്ടില്ല എൻ്റെ കയ്യിൽ, കാണുന്നുമില്ല, തപ്പണല്ലേ. അയ്യേ, കൊള്ളത്തില്ലല്ലേ. കുഴപ്പമില്ല, 1-2 ഫോട്ടോ എടുത്ത് നോക്കാം, എന്നാലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി ഞാൻ പോയിട്ട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള, ഇനി അങ്ങനെ ഫോൺ സ്റ്റാൻഡ് ഒന്നുമില്ല, ഒരു ഫോട്ടോ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ തന്നെ ഒരെണ്ണം ഇനിയും ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ചേച്ചിയുടെ ഒക്കെ റൂമിലെ ബാൽക്കണിയിൽ എടുക്കാനാണ് ഓർത്തത്. അപ്പോൾ ഞാൻ അവിടെ പോയി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ സി ഫോട്ടോ എങ്ങനെ വരുമെന്ന്. ഇനി ഫോട്ടോയിൽ നന്നായിട്ട് എടുക്കാൻ പറ്റിയാലേ ഈ വീഡിയോ ഞാൻ പോസ്റ്റും ചെയ്യത്തുള്ളൂ. പോസ്റ്റ് ചെയ്യാൻ പറ്റണേ എന്നൊരാഗ്രഹമുണ്ട്, കാരണം ഞാൻ ഒത്തിരി ദിവസമായി ഒരു വീഡിയോ ചെയ്തിട്ട്. എൻ്റെ 124 സബ്സ്ക്രൈബേഴ്സിന് അത് വിഷമമാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എനിക്ക് പനിയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസം. അപ്പോൾ 1-2 പേരൊക്കെ എനിക്ക് മെസ്സേജ് ചോദിച്ചായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ്, അല്ല വേറെ അല്ല, ഫ്രണ്ട്സ്, വീഡിയോ എവിടെടാ വീഡിയോ എന്നൊക്കെ. അപ്പം ഇതാടാ വീഡിയോ എന്ന് പറഞ്ഞ് എനിക്ക് കാണിക്കാമല്ലോ. അബദ്ധമാണ്, നമുക്കിപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് ചേച്ചിയുടെ ബാൽക്കണി. അവിടെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് അതിൻ്റെ മേളിൽ ചാച്ചൻ്റെ നാനിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ച് എടുക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. നടക്കുമോ ഇല്ലയോ എന്ന്. ഓക്കെ ഗൈസ്, സക്സസ്ഫുള്ളി ഞാൻ ഫോട്ടോസ് എടുത്തു. പക്ഷേ എനിക്ക് ഫോട്ടോസ് അത്രയും ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല. ഫസ്റ്റ് ടൈം വരുന്ന ഞാൻ ട്രൈ ചെയ്തതാണല്ലോ, അതിന് മാത്രം ഓക്കെയാണ്. അപ്പം ഫോട്ടോസ് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.